ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് മുൻസി. വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത് ഒരു റൈസ് നൂഡിൽ വെർമിസെല്ലി പായസമാണ്. അപ്പം നമുക്കത് നോക്കിയാലോ. ഫ്രണ്ട്സ്, ഞാനിവിടെ റൈസ് നൂഡിൽസ് വെർമിസെല്ലിയാണ് ഉപയോഗിക്കുന്നത്. 1.5 കിലോ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് നന്നായിട്ട് ബോയിലിംഗ് വാട്ടറിൽ കുക്ക് ചെയ്ത് നന്നായിട്ട് മാറ്റി വെക്കണം. തണുപ്പിച്ച് നന്നായിട്ട് കുക്ക് ചെയ്ത് മാറ്റി വെക്കണം. അതിനുശേഷം ഞാൻ 3 ലിറ്റർ ക്രീം, 6 ലിറ്റർ മിൽക്ക്, പിന്നെ 1 ലിറ്റർ കണ്ടൻസ് മിൽക്ക്, 250 ഗ്രാം നെയ്യ്, പിന്നെ ഏലക്ക പൗഡർ, ക്യൂമിൻ പൗഡർ, ജിഞ്ചർ പൗഡർ, പിന്നെ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്ത്, പിന്നെ കാഷ്നട്ട്, റൈസിൻ എന്നിവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആ മിൽക്കും ക്രീമും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒന്ന് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കോക്കനട്ട് മിൽക്ക് പൗഡർ ഞാൻ 1 കിലോ ഉപയോഗിക്കുന്നുണ്ട്, അത് ആഡ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ 1 kg കണ്ടൻസ് മിൽക്കും 250 ഗ്രാം നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ആ 250 ഗ്രാം നെയ്യ് അവസാനം അത് ഫ്രൈ ചെയ്ത് ചേർത്തതിന് ശേഷം ഫിനിഷിംഗ് പോയിന്റ് ഇട്ടാൽ മതി. ഇപ്പം ഞാനത് ഏലക്ക പൗഡർ ചേർത്തു, അല്പം ഏലക്ക പൗഡർ ചേർത്തു. ഇതിലിപ്പോൾ ഞാൻ ക്യുമിൻ പൗഡറും ജിഞ്ചർ പൗഡറും കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പം കുക്ക് ചെയ്ത വെർമിസെല്ലി നമുക്ക് അതിനകത്തേക്ക് മിക്സ് ചെയ്യാം. അപ്പം ഫൈനൽ ഗാർണിഷ് ഇടുന്നതിന് മുമ്പേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഫൈനൽ ഗാർണിഷ് ചേർത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ സ്ട്രക്ചറൊക്കെ പോകും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ കൊടുത്തു, അവർ പറഞ്ഞു സൂപ്പറാണെന്ന്. അപ്പം എല്ലാം പാകമാണ്. ഇനിയും അവർ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനി ഫൈനലിൽ നമുക്കത് നെയ്യിൽ വറുത്ത കാഷ്നട്ടും തേങ്ങാക്കൊത്തും പിന്നെ റൈസിനും കൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് അതിനകത്ത് നമുക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ റൈസ് നൂഡിൽ വെർമിസെല്ലി പായസം ഡൺ. അപ്പം ഓൾ ഓഫ് യുവർ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ഒരു നല്ല ഒരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു വെരി മച്ച്.